ഇടുക്കി പീരുമേട്ടിൽ വനത്തിനുള്ളിൽ ആദിവാസി സ്ത്രീ സീത മരിച്ച സംഭവം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് ഇത് വ്യക്തമായത്. വനത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ചുവെന്നാണ് ഭർത്താവ് ബിനു പറഞ്ഞിരുന്നത്. ഇയാൾ പോലീസ് നിരീക്ഷണത്തിലാണ്. പീരുമേട്ടിൽ വനത്തിനുള്ളിൽ മരിച്ച സീതയുടെ പോസ്റ്റ്മോർട്ടത്തിൽ വന്യമൃഗ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല. സീതയുടെ തല പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചുവെന്ന് വ്യക്തമായി. വലതുഭാഗവും ഇടതുഭാഗവും മരത്തിൽ ഇടിപ്പിച്ചതാകാനാണ് സാധ്യത. തലയ്ക്ക് പിന്നിൽ വീണതിന്റെയും മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടന്നതിന്റെയും പാടുകളുണ്ട്. താഴേക്ക് ശക്തിയായി പാറയിലേക്ക് മലർന്നു വീണതിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തി. ഇടതുവശത്തെ 7 വാരിയല്ലുകളും വലതുവശത്തെ 6 വാരിയല്ലുകളും പൊട്ടിയിട്ടുണ്ട്. 3 ശ്വാസകോശത്തിൽ കയറി. നാഭിക്ക് തൊടിയേറ്റിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. വെള്ളിയാഴ്ച വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോൾ സീതയെയും തന്നെയും കാട്ടാന ആക്രമിച്ചുവെന്നായിരുന്നു ബിനു പോലീസിനോട് പറഞ്ഞത്. ഇയാൾ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ ബിനുവിന്റെ മൊഴിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയിരുന്നു. അവർക്കുള്ള ആദ്യഘടുവായിട്ടുള്ള 5 ലക്ഷം രൂപയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം തീരുന്ന മുറയ്ക്ക് അവർക്ക് ആദ്യത്തെ ഗഡുവായിട്ടുള്ള 5 ലക്ഷം രൂപ ലഭിക്കുന്നതായിരിക്കും. ഈ പറയുന്ന പോലെ എല്ലാ ഫോർമാലിറ്റീസും ക്ലിയർ ചെയ്തതിനു ശേഷം. കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചുവെന്ന വിവരം അറിഞ്ഞതോടെ CPIM-ഉം കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പീരുമേട് വനംവകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തു. സീതയുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് വനംവകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ കൈമാറാൻ ഒരുങ്ങുന്നതിനിടെയാണ് സംഭവം കൊലപാതകമാണെന്ന വിവരം പുറത്തുവരുന്നത്. കേരള വിഷൻ ന്യൂസ് ഇടുക്കി.